അങ്ങനെ 1.5 മാസത്തേക്ക് സ്കൂൾ അങ്ങോട്ട് അടച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്നിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പം അടുത്ത ദിവസം തന്നെ ഞാൻ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടു. ഇപ്രാവശ്യം ഞാൻ അബുദാബി വഴിയാണ് പോകുന്നത്. അങ്ങനെ ബസ് കയറി നേരെ അബുദാബി എയർപോർട്ടിലോട്ട്. ഒരു 1 hour ട്രാവലിംഗ് ആണ് വരുന്നത്. 35 ദിർഹം കൊടുത്താൽ മതി. നല്ല സുഖമായിട്ട് നമുക്ക് അബുദാബി എയർപോർട്ടിലെത്താം. ഞാൻ ആദ്യമായിട്ടാണ് അബുദാബി വഴി നാട്ടിൽ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ സ്ഥലം കണ്ടപ്പോഴും ഏതോ ഒരു മോളിൽ എത്തിയൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അത്രയും ഷോപ്സ് അവിടെ കാണാനുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിന്റെ ഒക്കെ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലാണെന്ന് തോന്നുകയില്ല. അങ്ങനെ കുറച്ച് നേരം കറങ്ങി നടന്ന് ലാസ്റ്റ് ബോർഡിങ്ങിന് ടൈമായി. എല്ലാം സടപടേന്നായിരുന്നു. സത്യം പറഞ്ഞാൽ പ്ലെയിൻ ക്രാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങിയിരുന്നു. കുറച്ചു നേരം ഉറങ്ങി, കുറച്ചു നേരം നെറ്റ്ഫ്ലിക്സിലെ വീഡിയോസ് ഒക്കെ കണ്ട് ലാസ്റ്റ് നമ്മുടെ നാട്ടിലങ്ങ് എത്തി. ആ ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോൾ എവിടെ നിന്നോ ഇല്ലാത്ത സന്തോഷമൊക്കെ ചേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബോംബ് ഉണ്ടാക്കുന്ന നാട്ടിലങ്ങ് എത്തി. അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം വേറെ. ഏകദേശം ഒരു 45-50 മിനിറ്റ്സ് ഉണ്ട് തളിപ്പറമ്പിലേക്ക്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ 2 മക്കളെ ഞാൻ കണ്ടു, അമ്മയെ കണ്ടു, പപ്പയെ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം രണ്ടാളെയും കണ്ടിട്ട് 1 വർഷമായി ഓൾമോസ്റ്റ്. അപ്പോൾ ഇതുങ്ങളെ കാണാനാണ് മെയിനായിട്ട് ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് കയറി അങ്ങ് വരുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ എൻ്റെ ലിറ്റിൽ ഹെവനിൽ എത്തിയിരിക്കുന്നു. ഇനി ഒരു 1.5-2 മാസം പിന്നെ ഇവിടെ തന്നെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ.